ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. എന്താണോ തങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് പാകിസ്ഥാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലും നേപ്പാളിലും ശേഷം പാകിസ്ഥാനിൽ ജൻസി കലാപം. ഇന്ത്യ വിരുദ്ധ ഭീകര സ്ക്വാഡുകൾ മുതൽ അഫ്ഗാൻ അനുകൂലികളായിട്ടുള്ള ടെഹ്രീക്ക് താലിബാൻ, ഹമാസ് അനുകൂലികളായിട്ടുള്ള ടെഹ്രീക്ക് ലബൈക്ക് പാകിസ്ഥാൻ, പിന്നെ ബലൂച്ച് ലിബറേഷൻ ആർമി വരെയുള്ള ഭീകരരുടെ ഇടയിൽ ശ്വാസം മുട്ടിപ്പിടയുന്ന ഇസ്ലാമാബാദിനെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ പൊല്ലാപ്പെല്ലാം തന്നെ ഒന്ന് മൂടി വയ്ക്കാൻ പാടുപെടുമ്പോഴാണ് പാകിസ്ഥാന്റെ പ്രോക്സി പ്രദേശമായിട്ടുള്ള പാക് അധിനിവേശ കാശ്മീരിന്റെ ഹൃദയഭാഗത്ത് യുവാക്കളുടെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ കാര്യങ്ങളെല്ലാം തന്നെ തകിടം മറിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യക്കെതിരെ തീവ്രവാദ ഫാക്ടറിയായി അവർ ഉപയോഗിച്ചിരുന്ന അതേ പ്രദേശം തന്നെ ഇപ്പോൾ അവർക്കെതിരെ തന്നെ തിരിഞ്ഞ് കലാപം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇസ്ലാമാബാദിന്റെ ഇരുമ്പ് മുഷ്ടി ഭരണത്തിന് വഴങ്ങാൻ വിസമ്മതിച്ച് തെരുവിലിറങ്ങിയ ജൻസിയുടെ രോഷത്തിന് കാരണം കാലഹരണപ്പെട്ട സർവകലാശാലകളും അമിതമായിട്ടുള്ള ഫീസും പിന്നെ നിലവാരമില്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് പറയുന്നത്ര ലളിതമല്ല ആ കാരണങ്ങൾ. പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി പോന്നിരുന്ന യുവാക്കളുടെ മേലുള്ള ഭരണകൂടത്തിന്റെ ചൂഷണം, തീവ്രവാദവൽക്കരണം, പിന്നെ അഴിമതി, സൈനിക ഭരണം ഒക്കെ തന്നെയാണ് ജൻസിയെ ശരിക്കും പൊറുതിമുട്ടിപ്പിച്ചത്. ദശാബ്ദങ്ങളായി പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ പാകിസ്ഥാൻ ഭീകരതയുടെ താഴ്വാരമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ദിനംപ്രതി പരിശീലന ക്യാമ്പുകൾ പൊന്തി വന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് തീവ്രവാദത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നു. ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് ഇന്ത്യയിൽ നാശം വിതയ്ക്കാനുള്ള ചാവേറുകളായി അവരെ വാർത്തെടുത്തുകൊണ്ടിരുന്നു. 1990കളിലും 2000ത്തിന്റെ തുടക്കത്തിലും ലഷ്കർ ഇ ത്വയ്ബ പോലുള്ള ഗ്രൂപ്പുകൾ മേഖലയിൽ 100 കണക്കിന് ക്യാമ്പുകൾ നടത്തിയിരുന്നു. ഇന്ത്യക്കെതിരെ ഒളിപ്പോരാളികളെ സൃഷ്ടിച്ചെടുത്തപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം അതിനെല്ലാം തന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോ പാകിസ്ഥാന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ തകർന്നടിയുകയും ഇന്ത്യ നുഴഞ്ഞുകയറ്റം നല്ല വൻതോതിൽ തന്നെ തുടച്ചു നീക്കുകയും ചെയ്തപ്പോൾ പാകിസ്ഥാനിലെ ടെറർ ഫാക്ടറികൾക്ക് പഴയ പോലെ ശൗര്യമില്ലാതെയായി. അന്യായമായിട്ടുള്ള ഫീസ് വർധനവും മാർക്കടലുകളിൽ വന്ന ഗുരുതരമായിട്ടുള്ള അനാവസ്ഥ, പിന്നെ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ്, വിദ്യാഭ്യാസത്തിന്റെ നിലവാരമില്ലായ്മയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് മുസഫറാബാദ്, മിർപൂർ ക്യാമ്പസുകളിൽ ഈ ജൻസി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതെങ്കിലും പിന്നീട് അത് ആളിക്കത്തുകയായിരുന്നു. സ്റ്റേറ്റിനെതിരെയുള്ള ഒരു വികാരമായിട്ട് അത് മാറുകയായിരുന്നു. പ്രക്ഷോഭത്തിൽ എങ്ങും ഉയർന്നു കേട്ടത് ആസാദി എന്ന വാക്കായിരുന്നു. ഇത്തവണ ഇന്ത്യയിൽ നിന്നുള്ള ആസാദിയല്ല, പാകിസ്ഥാനിൽ നിന്നുള്ള ആസാദി തന്നെയാണ് അവർക്ക് വേണ്ടതെന്ന് വളരെ വ്യക്തമാണ്. ഇത് തന്നെയാണ് അസീം മുനീറിനെയും കൂട്ടരെയും ചൊടിപ്പിക്കുന്നതും ഒന്ന് ഭയപ്പെടുത്തുന്നതും. മിലിറ്ററി ഭരണത്തിൽ പൊറുതിമുട്ടി തെരുവിലിറങ്ങിയ ജൻസിയെ അടിച്ചൊതുക്കാൻ ഇപ്പോൾ ഭരണഘടനയിലെ 27ാം ഭേദഗതി കൊണ്ടുവന്ന ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ തലപ്പത്ത് രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് ജൻസിയെ ഒന്നുകൂടെ ചൊടിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്തായാലും പാകിസ്ഥാന്റെ ഭാവി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.